എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഒന്നാമത്തെ ചോദ്യം: നിങ്ങൾ തിരിഞ്ഞു ശിശുക്കളെപ്പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നുവെന്ന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞതപ്പോൾ. ഉത്തരം: ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരെന്ന് ചോദിച്ചപ്പോൾ. 18-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 2: ആകയാൽ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ആർ ആകുന്നുവെന്നാണ് യേശു പറഞ്ഞത്. ഉത്തരം: ഏറ്റവും വലിയവൻ. 18-ാം അധ്യായം 4-ാം വാക്യം. ചോദ്യം 3: യേശുവിൻ്റെ നാമത്തിൽ ശിശുവിനെ കൈക്കൊള്ളുന്നവൻ ആരെ കൈക്കൊള്ളുന്നു? ഉത്തരം: യേശുവിനെ. 18-ാം അധ്യായം 5-ാം വാക്യം. ചോദ്യം 4: അവൻ്റെ കഴുത്തിൽ വലിയൊരു തിരിക്കല്ല് കെട്ടി അവനെ സമുദ്രത്തിൻ്റെ ആഴത്തിൽ താഴ്ത്തി കളയുന്നത് അവന് നന്ന്. ആർക്ക്? ഉത്തരം: യേശുവിൽ വിശ്വസിക്കുന്ന ചെറിയവരിൽ ഒരുത്തനെങ്കിലും ഇടർച്ച വരുത്തുന്നവന്. 18-ാം അധ്യായം 6-ാം വാക്യം. ചോദ്യം 5: ഒരുവന് തൻ്റെ കയ്യോ കാലോ ഇടർച്ചയായാൽ അതിനെ വെട്ടി എറിഞ്ഞു കളയുകയെന്ന് യേശു പറഞ്ഞതെന്തുകൊണ്ട്? ഉത്തരം: 2 കൈയും 2 കാലും ഉള്ളവനായി നിത്യാഗ്നിയിൽ വീഴുന്നതിനേക്കാൾ അംഗഹീനനായിട്ടോ മുടന്തനായിട്ടോ ജീവനിൽ കടക്കുന്നത് അവന് നന്ന് ആയതുകൊണ്ട്. 18-ാം അധ്യായം 8-ാം വാക്യം. ചോദ്യം 6: ഒരുവന് കണ്ണ് ഇടർച്ചയായാൽ അതിനെ ചൂന്നെടുത്ത് എറിഞ്ഞു കളയണം. കാരണം? ഉത്തരം: 2 കണ്ണുള്ളവനായി അഗ്നിനരകത്തിൽ വീഴുന്നതിനേക്കാൾ ഒറ്റക്കണ്ണനായി ജീവനിൽ കടക്കുന്നത് നന്ന് ആകയാൽ. 18-ാം അധ്യായം 9-ാം വാക്യം. ചോദ്യം 7: തൻ്റെ ശിഷ്യന്മാരിൽ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ എന്തുകൊണ്ട് സൂക്ഷിച്ചുകൊള്ളുവിനെന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും കാണുന്നു, അതുകൊണ്ട്. 18-ാം അധ്യായം 10-11 വാക്യങ്ങൾ. ചോദ്യം 8: ഒരുവനോട് തൻ്റെ സഹോദരൻ പിഴച്ചാൽ ചെയ്യേണ്ടതെന്ത്? ഉത്തരം: താനും സഹോദരനും മാത്രമുള്ളപ്പോൾ കുറ്റം അവന് ബോധം വരുത്തുക. 18-ാം അധ്യായം 15-ാം വാക്യം. ചോദ്യം 9: കുറ്റം ചെയ്ത സഹോദരൻ തൻ്റെ വാക്ക് കേൾക്കാഞ്ഞാൽ എന്തു ചെയ്യണം? ഉത്തരം: 2-3 സാക്ഷികളുടെ വായാൽ സകല കാര്യവും ഉറപ്പാകേണ്ടതിന് 1-2 പേരെ കൂട്ടിക്കൊണ്ടു ചെല്ലണം. 18-ാം അധ്യായം 15 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 10: ഒരുവൻ തൻ്റെ സഹോദരനോട് പിഴച്ചിട്ട് തൻ്റെ കുറ്റം അവന് ബോധം വരാതെയും സാക്ഷികളെയും സഭയെയും കൂട്ടാക്കാതെയും ഇരുന്നാൽ അവനെ എങ്ങനെ കരുതണം? ഉത്തരം: പുറജാതിക്കാരനും ചുങ്കക്കാരനും എന്ന പോലെ കരുതണം. 18-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 11: നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം എവിടെയും കെട്ടപ്പെട്ടിരിക്കും. ഉത്തരം: സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. 18-ാം അധ്യായം 18-ാം വാക്യം. ചോദ്യം 12: നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം എവിടെയും അഴിഞ്ഞിരിക്കും. ഉത്തരം: സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. 18-ാം അധ്യായം 18-ാം വാക്യം. ചോദ്യം 13: ഭൂമിയിൽ വെച്ച് 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും എന്തു ചെയ്താൽ സ്വർഗസ്ഥനായ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും? ഉത്തരം: ഐകമത്യപ്പെട്ടാൽ. 18-ാം അധ്യായം 19-ാം വാക്യം. ചോദ്യം 14: സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ എന്ന് യേശുവിനോട് ചോദിച്ചതാര്? ഉത്തരം: പത്രോസ്. 18-ാം അധ്യായം 21-22 വാക്യങ്ങൾ. ചോദ്യം 15: സഹോദരൻ തന്നോട് പിഴച്ചാൽ അവനോട് എത്ര വട്ടം ക്ഷമിക്കണമെന്നാണ് യേശു പത്രോസിനോട് പറഞ്ഞത്? ഉത്തരം: 70 വട്ടം. 18-ാം അധ്യായം 21-22 വാക്യങ്ങൾ. ചോദ്യം 16: യേശു എന്തിനെയാണ് തൻ്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന രാജാവിനോട് സദൃശ്യമായി പറഞ്ഞത്? ഉത്തരം: സ്വർഗരാജ്യത്തെ. 18-ാം അധ്യായം 23-ാം വാക്യം. ചോദ്യം 17: 10,000 താലന്ത് കടംപെട്ട ദാസനോട് തൻ്റെ കടം എങ്ങനെ വീട്ടുവാനാണ് യജമാനൻ കൽപ്പിച്ചത്? ഉത്തരം: ഭാര്യയെയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർപ്പാൻ. 18-ാം അധ്യായം 25-ാം വാക്യം. ചോദ്യം 18: 10,000 താലന്ത് കടംപെട്ട ദാസൻ തനിക്ക് എത്ര വെള്ളിക്കാശ് കടംപെട്ട കൂട്ടുദാസനെയാണ് തടവിൽ ആക്കിച്ചത്?
ഉത്തരം 100 വെള്ളിക്കാശ്. 18-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 19. കൂട്ടുദാസനോട് കരുണ കാണിക്കാത്ത ദാസന് യജമാനൻ നൽകിയ ശിക്ഷ എന്ത്? ഉത്തരം തൻ്റെ കടമൊക്കെയും തീർക്കുവോളം ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. 18-ാം അധ്യായം 34-ാം വാക്യം. ചോദ്യം 20. നാം ഓരോരുത്തരും സഹോദരനോട് എങ്ങനെ ക്ഷമിക്കണമെന്നാണ് യേശു പഠിപ്പിച്ചത്? ഉത്തരം ഹൃദയപൂർവ്വം. 18-ാം അധ്യായം 35-ാം വാക്യം. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ദയവായി മറ്റുള്ളവരിലും എത്തിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.